ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് അടുത്ത സെഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഷെയർ ഹോൾഡർ വാല്യൂ ആഡഡ് അല്ലെങ്കിൽ SVA എന്ന് നമ്മൾ പറയും. അപ്പോൾ ഷെയർ ഹോൾഡർ വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു കമ്പനിയുടെ ലയബിലിറ്റിയും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും എടുത്ത് കളഞ്ഞാൽ അല്ലെങ്കിൽ അതിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ വാല്യൂ എത്രയുണ്ട്. അതായത് ലയബിലിറ്റീസും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ വാല്യൂ എന്താണോ അതിനെയാണ് ഷെയർ ഹോൾഡർ വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഷെയർ ഹോൾഡർ വാല്യൂ ആഡഡിന് ഒരു ഫോർമുല ഉണ്ട്. നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അല്ലെങ്കിൽ നോപ്പാറ്റ് എന്ന് നമ്മൾ പറയും. നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് മൈനസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഷെയർ ഹോൾഡർ വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ലയബിലിറ്റിയും അതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ആ കമ്പനിയുടെ നെറ്റ് വർത്ത് അത് എത്രയാണോ അതിനെയാണ് എന്ത് പറയുക ഷെയർ ഹോൾഡർ വാല്യൂ ആഡഡ്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ നെറ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 2 lakh ആണെന്ന് അസ്യൂം ചെയ്യുക. അതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 50,000 ആണെന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ SVA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 lakh minus 50,000. അതായത് SVA വിൽ ബി 1,50,000 rupees. എന്താണ് SVA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ SVA എന്ന് നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരു മീനിങ് എന്താണെന്ന് നോക്കി. പക്ഷെ അതുകൊണ്ട് എന്താണ് ഉപയോഗം, എന്തെങ്കിലും ഒരു ഉപയോഗം വേണ്ട ഒരു പ്രത്യേക ഒരു ടൂൾ ആകുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിനാണ് ശരിക്കും ആവശ്യം. അപ്പോൾ ഒരു കമ്പനിയുടെ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പഠിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ മെയിൻ എയിം അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റ് മാക്സിമൈസേഷനും വെൽത്ത് മാക്സിമൈസേഷനാണ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക, അതാണ് ഒരു കമ്പനിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, അപ്പോൾ ഈ ഷെയർ ഹോൾഡേഴ്സിന് റിട്ടേൺസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. മാത്രമല്ല അത് ഓരോ പീരീഡിലും കൂടുന്നുണ്ടോ ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കണം. അപ്പോൾ ഈ SVA എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ പെർഫോമൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് പെർഫോമൻസ് എങ്ങനെയാണെന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു ഫാക്ടറാണ് SVA അല്ലെങ്കിൽ ഷെയർ ഹോൾഡർ വാല്യൂ ആഡഡ്. അപ്പോൾ SVA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ പെർഫോമൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ അളക്കാൻ ഉള്ളൊരു ടൂളാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് മാർക്കറ്റ് വാല്യൂ ആഡഡ് MVA. ഇപ്പോൾ ഷെയർ ഹോൾഡർ വാല്യൂ ആഡഡ് നമ്മൾ നോക്കി. ഷെയർ ഹോൾഡർ വാല്യൂ ആഡറിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോപ്പാറ്റ് മൈനസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതുപോലെ തന്നെ വേറൊരു ടൂളാണ് മാർക്കറ്റ് വാല്യൂ ആഡഡ്. മാർക്കറ്റ് വാല്യൂ ആഡറിന് പറയുന്ന വേറൊരു പേരാണ് MVA. ഇത് സ്റ്റേൺ സ്റ്റുവർട്ട് ആൻഡ് കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ ഒരു മെഷറിംഗ് ടൂൾ പോപ്പുലറൈസ് ചെയ്തത്. അപ്പോൾ ഇതെന്താണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ കമ്പനിയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽത്ത് മാക്സിമൈസേഷൻ ആണ്. ആരുടെ? ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസേഷൻ. കമ്പനിയുടെ അല്ല, ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റീവ്. അപ്പോൾ ഈ മാർക്കറ്റ് വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി എന്നാണോ ഓപ്പറേഷൻ തുടങ്ങിയത് അല്ലെങ്കിൽ കമ്പനി എന്നാണോ എന്താ പറയുക സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ബിസിനസ്സും ഓപ്പറേഷൻസും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അന്ന് മുതൽ ഷെയർ ഹോൾഡേഴ്സിന് എത്ര വെൽത്ത് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ഷെയർ ഹോൾഡേഴ്സിന് എത്ര വെൽത്ത് ജനറേറ്റ് ചെയ്ത് കൊടുക്കാൻ കമ്പനിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് നോക്കുന്ന അല്ലെങ്കിൽ അത് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് MVA അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ ആഡഡ്. മാർക്കറ്റ് വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് ഇപ്പോഴത്തെ കമ്പനിയുടെ വാല്യൂവിൻ്റെ എക്സസ് എത്രയാണോ കമ്പനിയുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ടൈം അതിൽ നിന്ന് കമ്പനിയുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ ആ എക്സസ് ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ എത്ര എക്സസ് ആണ് ടോട്ടൽ ക്യാപിറ്റൽ ബിഗിനിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിനെയാണ് എന്ത് പറയുക മാർക്കറ്റ് വാല്യൂ ആഡഡ്. അതായത് സപ്പോസ് ഒരു കമ്പനി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 lakh ആണെന്ന് അസ്യൂം ചെയ്തു. കമ്പനി 5 വർഷം ഓപ്പറേറ്റ് ചെയ്തു. കമ്പനിയുടെ ഇപ്പോഴത്തെ കറൻറ്റ് മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,50,000 ആണ്. അപ്പോൾ മാർക്കറ്റ് വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് അറ്റ് ദ ബിഗിനിങ് എത്രയാണ്? 1 lakh അല്ലേ? അതിൽ നിന്ന് എത്ര എക്സസ് ആണ് മാർക്കറ്റ് വാല്യൂ ഓഫ് ദ കമ്പനി, അതായത് ഇപ്പോഴത്തെ കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ 1,50,000. അപ്പോൾ 1,50,000 മൈനസ് 1 lakh അതായത് കറൻറ്റ് മാർക്കറ്റ് വാല്യൂ ലെസ് ടോട്ടൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് അറ്റ് ദ ടൈം ഓഫ് ഇൻസെപ്ഷൻ. അത് ആ എക്സസിനെയാണ് എന്ത് പറയുക മാർക്കറ്റ് വാല്യൂ ആഡഡ്. നമ്മുടെ ഇല്ലസ്ട്രേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റൻസിൽ 1,50,000 മൈനസ് 1,50,000 ആണ് ആ കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ ആഡഡ് അല്ലെങ്കിൽ MVA എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് കമ്പനിയുടെ ഞാൻ നേരത്തെ പറഞ്ഞു കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് എത്ര വെൽത്ത് കമ്പനിക്ക് ജനറേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു ടൂളാണ്, ഒരു മെഷറിംഗ് ടൂളാണ്. ഇനി കമ്പനിയുടെ ഈ മാർക്കറ്റ് വാല്യൂ ആഡഡ് കൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് എന്താണ് ഉപയോഗം അല്ലെങ്കിൽ ഈ ഒരു ടൂൾ കൊണ്ട്
എന്താണ് ഉപയോഗം എന്നാണ് നമ്മൾ നോക്കുന്നത്. യൂഷ്വലി പുതിയ ഇൻവെസ്റ്റേഴ്സ് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആ കമ്പനിയുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് പഠിക്കും അല്ലേ. ഇപ്പോൾ ലോസ് മേക്കിംഗ് കമ്പനീസിലൊന്നും ആരും കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യില്ല. അവർക്ക് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന് റിട്ടേൺസ് പീരിയോഡിക്കലായിട്ടും എന്താ പറയുക ഇൻക്രീസും വേണം അല്ലേ. റിട്ടേൺസ് പീരിയോഡിക്കലായിട്ട് കിട്ടുകയും വേണം. അത് കിട്ടിയാൽ മാത്രം പോരാ, ഓരോ പീരീഡിൽ അത് ഇൻക്രീസ് ചെയ്ത് ഇരിക്കണം. അതാണ് എല്ലാ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ആഗ്രഹം. ആ ഒരു എക്സ്പെക്റ്റേഷൻ, അതിനാണ് നമ്മൾ എന്ത് പറഞ്ഞ് പണ്ട് പഠിച്ചിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് ഒരു എത്ര റിട്ടേൺ കിട്ടുന്ന എക്സ്പെക്റ്റ് ചെയ്യുന്നതിനാണ് ക്യാപിറ്റലിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ്, പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ്, നമ്മൾ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ വേറൊരു കമ്പനി പ്രോസ്പെക്റ്റീവായിട്ടുള്ളൊരു ഇൻവെസ്റ്ററിനെ നമ്മൾ മനസ്സിൽ കൊണ്ടുവരിക. അതായത് പ്രോസ്പെക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ കമ്പനി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഹൈ പെർഫോമിങ് കമ്പനിയാണോ എന്ന് നോക്കിയിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ അത് എങ്ങനെ നോക്കും, അതെങ്ങനെ അറിയും, അതിന് വേണ്ടിയാണ് നമ്മൾ ഈ മാർക്കറ്റ് വാല്യൂ ആഡഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഹൈ MVA ഉള്ള കമ്പനി ആണെങ്കിൽ അതെന്താ റിഫ്ലക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ മാനേജ്മെൻറ്റ് എഫക്റ്റീവാണ്, നല്ല ഓപ്പറേഷണൽ കേപ്പബിലിറ്റീസ്, അതായത് ഫുൾ പൊട്ടൻഷ്യലിലാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് ഒരു ഹൈ MVA ഉള്ള കമ്പനിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ ഒരു ലോ MVA ഉള്ള കമ്പനി ആണെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ആക്ഷൻസ് എല്ലാം പോരാ, കൃത്യമായിട്ടല്ല കമ്പനിയുടെ പെർഫോമൻസ്, ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിൽ കൂടുതലൊന്നും ജനറേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ റിട്ടേൺ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നില്ല. അതാണ് ലോ MVA മീൻ ചെയ്യുന്നത്. അപ്പോൾ MVA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡർക്ക് എത്ര വെൽത്ത് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാനുള്ളൊരു ടൂളാണ്. അപ്പോൾ റിട്ടേൺസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും കമ്പനിയിൽ നിന്ന് റിട്ടേൺ ആഗ്രഹിക്കും. മാത്രമല്ല റിട്ടേൺ എപ്പോഴും ഇൻക്രീസ് ചെയ്യാൻ തന്നെയായിരിക്കും ആഗ്രഹം അല്ലേ. ഇനി മാർക്കറ്റ് വാല്യൂ ആഡഡ് പല രീതിയിൽ കണ്ടുപിടിക്കാം, പല ഫോമുലുണ്ട്. നമ്മൾക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് തന്നിട്ടുണ്ട് അത് വെച്ച് നമ്മൾ MVA കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ MVAയുടെ ആദ്യത്തെ ഫോമുല എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ നമ്മൾ ഇല്ലസ്ട്രേഷനിൽ പറഞ്ഞു, കമ്പനീസ് ടോട്ടൽ മാർക്കറ്റ് വാല്യൂ, അതായത് കറൻറ്റ് മാർക്കറ്റ് വാല്യൂ ലെസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ്. തുടക്കത്തിൽ എത്ര ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തോ അത് ടോട്ടൽ മാർക്കറ്റ് വാല്യൂ എന്ന് ലെസ് ചെയ്യണം. അപ്പോൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡിൽ നിന്ന് എത്ര എക്സസ് ഉണ്ടോ ടോട്ടൽ മാർക്കറ്റ് വാല്യൂവിന്, അതിനാണ് MVA എന്ന് പറയാം. അതായത് കമ്പനീസ് ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ലെസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ്. രണ്ടാമത്തെ ഫോമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ലെസ് ബുക്ക് വാല്യൂ ഓഫ് ഇക്വിറ്റി. മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി തന്നെയാണ് കറൻറ്റ് മാർക്കറ്റ് വാല്യൂ അല്ലേ. ബുക്ക് വാല്യൂ ഓഫ് ഇക്വിറ്റി തന്നെയാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത ടൈമിലുള്ള ഇക്വിറ്റിയുടെ കോസ്റ്റ് അല്ലെങ്കിൽ വാല്യൂ അല്ലേ. അപ്പോൾ രണ്ട് ഫോമുല, കമ്പനീസ് ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ലെസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് അല്ലെങ്കിൽ മാർക്കറ്റ് വാല്യൂ ഓഫ് ഇക്വിറ്റി ലെസ് ബുക്ക് വാല്യൂ ഓഫ് ഇക്വിറ്റി. ഇനി വേറൊരു വിധത്തിലും കൂടി കണ്ടുപിടിക്കാം, അതാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ലെസ് ടോട്ടൽ കോമൺ ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി. ഈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ നമ്മൾ പഠിച്ചു. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് മൾട്ടിപ്ലൈഡ് ബൈ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്. എത്ര ഷെയർസാണ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളത് അതിൻ്റെ കൂടെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ടോട്ടൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കിട്ടും. അതിൽ നിന്ന് ടോട്ടൽ കോമൺ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇക്വിറ്റി ലെസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? മാർക്കറ്റ് വാല്യൂ ആഡഡ് അല്ലെങ്കിൽ MVA. ഇനി എല്ലാ ഇൻവെസ്റ്റേഴ്സിൻ്റെയും കൂടി ടുഗദർ ഒരു ക്യുമുലേറ്റീവ് MVA കിട്ടണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വാല്യൂ ഓഫ് കമ്പനി മൾട്ടിപ്ലൈഡ് ബൈ ബുക്ക് വാല്യൂ ഓഫ് ഇക്വിറ്റി പ്ലസ് ബുക്ക് വാല്യൂ ഓഫ് ഡെറ്റ്. അപ്പോൾ എല്ലാ ഇൻവെസ്റ്റേഴ്സിൻ്റെയും എന്ത് കിട്ടും? മാർക്കറ്റ് വാല്യൂ ആഡഡ് കിട്ടും. നമുക്ക് രണ്ട് ഇല്ലസ്ട്രേഷൻ നോക്കാം. ആദ്യത്തെ ഇല്ലസ്ട്രേഷൻ, ബോണ്ട് ഹോൾഡേഴ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ് ഹാവ് കോൺട്രിബ്യൂട്ടഡ് ₹10 lakh to form company XYZ and it is currently listed on the stock exchange with a stock market value of ₹20 lakh. Calculate market value added. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഫോർമുല ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? അപ്പോൾ ഷെയർ ഹോൾഡേഴ്സും ബോണ്ട് ഹോൾഡേഴ്സും കമ്പനി തുടങ്ങാൻ വേണ്ടി 10 lakh കൊടുത്തു, കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് എത്രയാണ്? തുടക്കത്തിൽ കമ്പനി ഓപ്പറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കമ്പനിയുടെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് 10 lakh ആണ്. അപ്പോൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് കിട്ടി. ഇനി നമ്മൾക്ക് എന്താ തന്നേക്കുന്നത്? ആൻഡ് ഇറ്റ് ഈസ് കറൻ്റ്ലി ലിസ്റ്റഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിത്ത് എ സ്റ്റോക്ക് മാർക്കറ്റ് വാല്യൂ ഓഫ് ₹20 lakh. അപ്പോൾ കമ്പനിയുടെ കറൻറ്റ് ടോട്ടൽ മാർക്കറ്റ് വാല്യൂയും കിട്ടി 20 lakh അല്ലേ. ഇനി അപ്പോൾ ഒരു ഫോർമുല നമ്മൾക്ക് ഉണ്ടാക്കാമല്ലോ. നമ്മളെന്താ മുന്നേ പറഞ്ഞ ഫോർമുലയിലേറ്റത്തെ മാർക്കറ്റ് വാല്യൂ ആഡഡ് ഈസ് ഈക്വൽ ടു കമ്പനീസ് ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ലെസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ്. ഇവിടെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 lakh ആണ്. 20 lakh. ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് അത്ര അറ്റ് ദ ടൈം ഓഫ് ഇൻസെപ്ഷൻ 10 lakh ആണ്. അപ്പോൾ 10 lakh. അപ്പോൾ മാർക്കറ്റ് വാല്യൂ ആഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 lakh ലെസ് 10 lakh 10 lakh ആണ് മാർക്കറ്റ് വാല്യൂ ആഡ്.
ഇനി ഇല്ലസ്ട്രേഷൻ 2 നോക്കാം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു 1,00,000 ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് ₹10 ഈച്ച്. കമ്പനിയുടെ കയ്യിൽ 1,00,000 ഷെയർസ് ഉണ്ട്. ഒരു ഷെയറിൻ്റെ വില എന്ന് പറയുന്നത് 10 രൂപയാണ്. അത് ഫേസ് വാല്യൂ ആണ് അല്ലെങ്കിൽ ബുക്ക് വാല്യൂ ആണ്. മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഷെയർ ഈസ് ₹15 പെർ ഷെയർ. 10 രൂപയുടെ ഷെയറിന് മാർക്കറ്റിൽ വില എത്രയാണ്? 15 രൂപയാണ്. മാർക്കറ്റ് വാല്യൂ 15 രൂപയാണ്. ഇനി റീറ്റേൺഡ് ഏർണിങ്സ് ₹2,00,000. കാൽക്കുലേറ്റ് MVA. അപ്പോൾ നമ്മൾക്ക് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് തന്നിട്ടുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസിൻ്റെ ബുക്ക് വാല്യൂ തന്നിട്ടുണ്ട്. മാർക്കറ്റ് വാല്യൂ പെർ ഷെയർ തന്നിട്ടുണ്ട്. റിട്ടേൺ ഏർണിങ്സ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. നമ്മളടുത്ത് പറഞ്ഞേക്കുന്ന കാൽക്കുലേറ്റ് മാർക്കറ്റ് വാല്യൂ ആഡഡ്. അപ്പോൾ മാർക്കറ്റ് വാല്യൂ ആഡറിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനീസ് ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ലെസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ്. അപ്പോൾ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ മാർക്കറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് മൾട്ടിപ്ലൈഡ് ബൈ മാർക്കറ്റ് വാല്യൂ ഷെയർ. അതായത് കറൻറ്റ് മാർക്കറ്റ് വാല്യൂ ആണ് നമ്മൾക്ക് അറിയേണ്ടത് അല്ലേ. അപ്പോൾ ബുക്ക് വാല്യൂ അല്ല കൊടുക്കേണ്ട, കറൻറ്റ് മാർക്കറ്റ് വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് എന്ന് പറഞ്ഞാൽ 1,00,000 ഉണ്ട്. അപ്പോൾ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ കറൻറ്റ് മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ₹15 പെർ ഷെയർ ആണ്. അപ്പോൾ 1,00,000 × 15 1,50,000 ആണ് അല്ലേ. ഇനി 1,50,000 അല്ല 15,00,000. ഇനി ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് കണ്ടുപിടിക്കണം. നമ്മളപ്പോൾ കമ്പനീസ് ടോട്ടൽ മാർക്കറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് കണ്ടുപിടിക്കണം. എത്രയാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ്? ഇവിടെ 1,00,000 ഷെയർസ് ഉണ്ട്. അതിൻ്റെ ബുക്ക് വാല്യൂ എത്രയായിരുന്നു? 10. അപ്പോൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ഈസ് ഈക്വൽ ടു ഇക്വിറ്റി പ്ലസ് റിട്ടേൺഡ് ഏർണിങ്സ്. ഇക്വിറ്റി മാത്രം പോരാ, ഷെയർ ഹോൾഡേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള ഏർണിങ്സും കൂടി അതിൻ്റെ ഒപ്പം ആഡ് ചെയ്യണം. ഇവിടെ എത്രയാണ് തന്നേക്കുന്ന റിട്ടേൺഡ് ഏർണിങ്സ്? 2,00,000. അപ്പോൾ ഇക്വിറ്റി വാല്യൂ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് മൾട്ടിപ്ലൈഡ് ബൈ ബുക്ക് വാല്യൂ. എത്രയാണ്? 1,00,000 ഷെയർസ് ഇൻറ്റു 10,00,000. ഇക്വിറ്റിയുടെ വില 10,00,000 ആണ്. റിട്ടേൺഡ് ഏർണിങ്സ് 2,00,000. അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് 10,00,000 പ്ലസ് 2,00,000 ഈസ് 12,00,000. ഇനി നമുക്ക് മാർക്കറ്റ് വാല്യൂ ആയിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് കമ്പനീസ് ടോട്ടൽ മാർക്കറ്റ് വാല്യൂയും കിട്ടി, ക്യാപിറ്റൽ ഇൻവെസ്റ്റഡും കിട്ടി. അപ്പോൾ ആ ഫിഗർ റീപ്ലേസ് ചെയ്താൽ മതി അല്ലേ. കമ്പനീസ് ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു 15,00,000 എടുത്തെഴുതി. ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് എത്ര കിട്ടി? നമ്മൾക്ക് ഇവിടെ 12,00,000 കിട്ടി അല്ലേ. അപ്പോൾ 15,00,000 മൈനസ് 12,00,000 ₹3,00,000 ആണ്. അപ്പോൾ MVA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ₹3,00,000 ആണ്. അപ്പോൾ ഇതാണ് മാർക്കറ്റ് വാല്യൂ ആഡറിൻ്റെ ഇല്ലസ്ട്രേഷൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.